ഹായ്, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇങ്ങനെ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ടിന്റെ റെസിപ്പി ആയിട്ടാണോ. ഞാനിത് കണ്ടത് യൂട്യൂബ് ചാനലിൽ തന്നെയാണ്. അതിന്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ എടുത്ത് നോക്കിയത്. പിന്നെ അത് കുക്ക് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് അസംബിൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ തമിഴിൽ കണ്ടു കാണും. പിന്നെ ഞാനിന്ന് നേരിട്ട് വന്നത് ഒരു കാര്യം പറയാനാണ്. ഞാനിപ്പോ 100ഓളം വീഡിയോസ്, ലോങ് വീഡിയോസ് മാത്രം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് വേറെയാണ്, ലോങ് വീഡിയോസ് മാത്രമായിട്ട് ഒരു 100ഓളം ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ അതിന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം. അങ്ങനെ കമന്റ്സ് ഒക്കെ കുറവാണ്. നമ്മൾ ഡെയിലി വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമ്മളൊരു പുതിയ ചാനലാണല്ലോ, അപ്പൊ എന്താ കുറവുകളൊക്കെ അറിഞ്ഞാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റെസിപ്പിയിലേക്ക് കടക്കാൻ നമുക്ക് ആദ്യം പൊട്ടിച്ചെടുക്കാം. അപ്പൊ ഞാൻ കംപ്ലീറ്റ് തേങ്ങ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ചിരകി എടുത്താലും മതി കേട്ടോ. ചിരകിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഈ കറുത്ത ഭാഗം കളയണം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഓൾറെഡി റെഡിമെയ്ഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുക്ക് ചെയ്യാൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കോക്കനട്ട് ചൂടാക്കേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് മിക്സിയുടെ ജാറിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് പൊടിച്ചെടുത്ത ശേഷം 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ചൂടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തീരെ കുറച്ചിടാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. 1 മിനിറ്റ് കൂടുതലൊന്നും ചൂടാക്കണ്ട. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതി. അപ്പൊ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങയുടെ കളറും ചുവയൊന്നും മാറാൻ പാടില്ല, വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ഇപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് വേണ്ടത്. പച്ചവെള്ളം അരക്കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പിഞ്ച് കളർ ഇട്ട് കൊടുക്കാം. യെല്ലോയോ ഓറഞ്ച് എന്ത് കളറാണോ നിങ്ങളുടെ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 പിഞ്ച് 1 പിഞ്ച് മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഒക്കെ നന്നായിട്ട് അളന്ന് വെള്ളത്തിൽ കലർന്ന് ചേരണം കേട്ടോ. ഇനി നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു ഫില്ലിംഗ് കൂടി റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി വേണം കേട്ടോ. പാൽപ്പൊടി വീട്ടിൽ വാങ്ങിച്ചു വെക്കാത്തൊരു ഇതുപോലത്തെ ഒരു കുഞ്ഞു പാക്കറ്റ് വാങ്ങിച്ചാൽ മതി. 20 രൂപയുടെ ഒരു പാക്കറ്റ് 3 ടേബിൾ സ്പൂൺ ഉണ്ടായുള്ളൂ കേട്ടോ. അത് കംപ്ലീറ്റ് ഞാൻ ഇട്ടു. ഇത് യോഗട്ടാട്ടോ, പ്ലെയിൻ യോഗട്ടാണ്. ഞാൻ കണ്ട ആ വീഡിയോയിൽ മലായി ആയിരുന്നു ഇട്ടിരുന്നത്. മലായി എന്ന് പറയുന്നത് ആ കട്ട ക്രീമാണെന്ന് തോന്നണു, മറ്റേ വിപ്പിംഗ് ക്രീമോ അങ്ങനത്തെ ക്രീമുകളാണെന്ന് തോന്നണു കേട്ടോ. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ബദാമും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കണ്ട്. ഇത് ഒന്ന് കടിക്കാനും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി ഫൈനലായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. 8 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 4 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ബ്രെഡിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എന്തെങ്കിലും ബൗൾ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് റൗണ്ടിലാക്കി എടുക്കാം കേട്ടോ. ബാക്കിയുള്ള 8 ബ്രെഡും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പൂച്ചയുണ്ട്. താഴത്ത് നല്ല മെനയാണ്. പാൽപ്പൊടിയും പിന്നെ തേങ്ങ ചെറിയ ചേക്കുന്നതൊക്കെ സ്മെല്ലൊക്കെ കേട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡിന്റെ അകത്ത് ക്രീം ഫില്ല് ചെയ്യാം കേട്ടോ. അതിനുശേഷം മറ്റൊരു ബ്രെഡ് എടുത്ത് അടച്ചു വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് സെറ്റ് ആക്കാം. ഒരുപാട് അമർത്തിയൊന്നും പ്രസ് ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് എല്ലാ സ്ഥലത്തും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കളർ വാട്ടറിൽ അങ്ങ് മുക്കി കൊടുക്കാം. എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ അങ്ങ് ഊറ്റിക്കളയുക. അതിനുശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ട് അഥവാ നമ്മൾ പൊടിച്ചു വെച്ച കോക്കനട്ട് ഉണ്ടല്ലോ, അതിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക കേട്ടോ. അങ്ങനെ വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ടേസ്റ്റിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ടേസ്റ്റിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവായിരുന്നു. ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചു നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഫസ്റ്റ് ടൈം ചെക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതായ കാരണം വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ സോഫ്റ്റ് ആണ്. ഇത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. പക്ഷെ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ അത് പാത്രം കാലിയായിട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം കേട്ടോ.